അതിനകത്തു നിന്നും ജസ്റ്റ് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. സോ ഇതിനകത്ത് ചില യുണീക്ക് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ചില ബിൽഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവർ ഈ ലേസിനെസ്സിലൂടെയും അവർ ഈ പെയിനിൽ കൂടെയും അവർ ഈ ബ്രോ, ഇഫ് യു ഡോണ്ട് കൺട്രോൾ യുവർ ലൈഫ്, നിങ്ങളുടെ അർജസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഈ കാര്യം റിയൽ ആണെന്നും ഈ കാര്യം നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ജനറേഷനെ തന്നെ നോക്കിയാൽ മതി. അവന്മാർ ഏതൊക്കെ അർജുനാസ്, കല്ലും കഞ്ചാവും അതുപോലെ സ്മോക്കിങ്ങും ഇങ്ങനെയുള്ള എല്ലാ ബാഡ് ഹാബിറ്റിനകത്തും പെറ്റും കണ്ട് അവരുടെ ലൈഫിനെ ജസ്റ്റ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം? എന്താണ് മെയിൻ പിൻ പോയിന്റ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജസിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നറിയത്തില്ല. അതാണ് പിൻ പോയിന്റ് ആയിട്ടുള്ള പ്രോബ്ലം. ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയ ബ്രോ, ഒരു റാറ്റ് ആയിട്ടുള്ള ലൈഫിന് അവൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ഫുഡ് അഡിക്ഷനും ഇതുപോലുള്ള ഫോൺ അഡിക്ഷനും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഒഴിവാക്കണമെന്നുള്ളത് ഒന്നും അവൻ്റെ ലൈഫിൽ ഒരു കാര്യവും അവന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവന് ഇമോഷണൽ കൺട്രോൾ ഇല്ല. അവന് എർജസ് എന്താണെന്ന് അറിയത്തില്ല. എർജസ് എങ്ങനെ വരുന്നു, അതൊരു ഹോർമോൺ ആണെന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അവന് ഇങ്ങനൊരു ബാഡ് ലൈഫ് അവനുള്ളത്. നമുക്കൊരിക്കലും ആ ലൈഫല്ല വേണ്ടത്. നമുക്ക് അതുപോലുള്ള ഒരു കോമൺ മാൻ, ഒരു പിയോൺ പെസന്റ് ലൈഫല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആഗ്രഹമുള്ള ഡ്രീം ആയിട്ടുള്ള ഒരു ഈഗിൾ ലൈഫുണ്ട്. നിങ്ങൾക്കും എനിക്കും അവിടെ എത്തണമെങ്കിൽ അത് പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഡേ ബൈ ഡേ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റൂ. ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ യൂട്യൂബറിന്റെ കൂട്ട് ഞാൻ ഇവിടുന്ന് പൊട്ടത്തനം പറയത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ഓക്കെ ആയിട്ടുള്ളതെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഈഗിളിന് ഒരിക്കലും അവന്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ ജിമ്മിൽ പോകണമെന്ന് അവന് നല്ല ആഗ്രഹമുണ്ട്, ബട്ട് അവന് പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ അർജസിനെ, ഇമോഷനെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഫോക്കസ് ചെയ്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പൊ അവന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പല ആഗ്രഹങ്ങളും ഉണ്ട്. ബട്ട് അവന് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നില്ല, അവന്റെ അർജസിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ഇതാണ് ബ്രോ കോർ പാർട്ട് എന്ന് പറഞ്ഞാൽ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഈഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവന് ഡിസിപ്ലിൻ എന്താണെന്ന് അറിയാം, അവന് ഇമോഷണൽ കൺട്രോൾ എന്താണെന്ന് അറിയാം, അവന് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് അറിയാം, പെയിൻ ആണ്, ഹാർഡ് വർക്ക് ആണ് ലൈഫിൽ സക്സസ് എന്ന് അവനറിയാം. അതാണ് വ്യത്യാസം. സോ നമ്മളെല്ലാവരും അങ്ങനെ ആവാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് കള്ളം പറയത്തില്ല, ഈഗിളിന്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, എല്ലാം ഇത് അടിപൊളിയായിട്ട് നടക്കും, ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. നോ 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 നോ, അങ്ങനെ ഒരു ക്രാപ്പ് ഞാൻ നിങ്ങളോട് പറയത്തില്ല. നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെങ്കിൽ, നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ബോഡി വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സെൽഫായിട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്. ബ്രോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നതും അത് തന്നെയാണ്. ബട്ട് അതിനകത്തൊരു എൻജോയ്മെന്റ് ഉണ്ട്, ഒരു രസമുണ്ട്. അത് നിങ്ങളോട് ഞാൻ എത്ര ഇവിടെ നിന്ന് പറഞ്ഞിട്ടും എത്ര ഞാൻ ഇനി ആക്ട് ചെയ്താലും നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. നിങ്ങൾ തന്നെ ചെയ്യണം. ഇത് ചെയ്യുന്നവർ ഇപ്പോൾ സ്മൈൽ ചെയ്യുന്നുണ്ടായിരിക്കും, ഓക്കെ, ഇത് ചെയ്ത് നോക്കിയവർക്ക് അറിയാം അതിന്റെ എന്താണ് ഞാൻ കറക്റ്റ് ഉദ്ദേശിച്ചത്. എനിക്ക് വേണ്ടത് അതാണ്. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ എങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് 1% ഇമ്പ്രൂവ് ആയിരിക്കണം ബ്രോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു കൺട്രോൾ യുവർ അർജസ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന അർജസ്? ഞാൻ നേരത്തെ മെയിൻലി പറഞ്ഞു 3 അർജസ് ആണ് ആസ് എ മാൻ നമുക്ക് വരുന്നത്. നമ്മുടെ ഫുഡ്, പോൺ അഡിക്ഷൻ ആൻഡ് ബാഡ് ഹാബിറ്റ്. ഇതാണ് മെയിൻ നമ്മുടെ 3 പ്രധാനപ്പെട്ട പ്രോബ്ലം. ഇതിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് പല കാര്യങ്ങൾ വരാം, പല കാര്യങ്ങൾ ഡോപ്പമിൻ വരാം, നമുക്കുള്ള പ്രഷർ വരാം, പ്രഷറിൽ നിന്ന് റിലീഫ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, ഫുഡ് ഹാപ്പിനെസ്സിന് വേണ്ടി കഴിക്കുന്ന കാര്യം വരാം. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല സിറ്റുവേഷനും ഇതിനകത്ത് വരാം. ബട്ട് നമ്മുടെ മെയിൻ ഗോൾ എന്താണ്, നമ്മുടെ മെയിൻ എയിം എന്താണ്, അതിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് എ ജെന്യുവിൻ ക്വസ്റ്റ്യൻ. അതിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ എത്തുന്നില്ല? സോ അതിന്റെ അർത്ഥം നമ്മുടെ എർജസിനെ, നമ്മുടെ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. ചില സമയത്ത് നമ്മൾ ഫെയിൽ ആയി പോകും. എന്താണ് റാറ്റിന്റെ ലൈഫ് സ്റ്റൈൽ? എന്താണ് എത്രമാത്രം പെയിനിൽ കൂടാണ് അവൻ കടന്നു പോകുന്നത്? കാരണം ഈഗിൾ ഇപ്പോൾ പെയിനിൽ കൂടാണ് കടന്നു പോകുന്നത്, ബട്ട് അവനൊരു അടിപൊളിയായിട്ടുള്ള ഫ്യൂച്ചർ ലൈഫാണ്. അവൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മെൻ ആണ്. അവനറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡിസിഷനാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്, ഈ സിറ്റുവേഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാം. ഒരു ഹാപ്പി ആയിട്ടുള്ള മാൻ ആണ്. ബട്ട് അവൻ ഇപ്പോൾ പെയിനിൽ കൂടാണ് പോകുന്നത്. അതാണ് ഇപ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇപ്പോൾ കിട്ടുന്ന, നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവും ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന സുഖവും, സ്ക്രോൾ കുടുകൂടാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷവും, ജിമ്മിൽ പോകാതെ ഇങ്ങനെ കിടക്കുന്നതും. സോ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അപ്പോഴത്തെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട്. അതെന്തുകൊണ്ട്? നിങ്ങളുടെ അർജസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന്
നിങ്ങൾക്ക് അറിയാത്തതുണ്ട്. അതാണ് കീ പോയിന്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഭയങ്കരമായി സ്ലോ ആവും. എനിക്ക് അങ്ങനെ വേണ്ട. ഇത് തന്നെയാണ് വിന്നേഴ്സും ലൂസേഴ്സും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പെയിനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഇപ്പം ചെയ്യുന്നപ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ കറക്റ്റ് ഫോമിലായിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എല്ലാ ദിവസവും പോകുന്ന തോന്നില്ല. ബട്ട് നിങ്ങൾ അവിടെ രാവിലെ എണ്ണിച്ച് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എന്നും എണ്ണിച്ച് അതിനുവേണ്ടി ഇരിക്കുന്നുണ്ടോ? ഇത്ര സമയം വേണ്ടി അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് വിന്നേഴ്സും ലൂസേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ബ്രോ, ഞാൻ ഇവിടെ നിങ്ങളോട് ഒരിക്കലും കള്ളം പറയത്തില്ല. എനിക്ക് അഡ്ജസ്റ്റ് ഒന്നുമില്ല, ഞാൻ അങ്ങ് ഗോഡ്മാൻ ആണ്, എനിക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ എല്ലാ ദിവസവും നോ അങ്ങനെയുള്ളൊരു കാര്യം പറയത്തില്ല. ബ്രോ, എനിക്ക് അഡ്ജസ്റ്റ് ഉണ്ട്. എല്ലാ മനുഷ്യനും ആണിനും പെണ്ണും എല്ലാവർക്കും അഡ്ജസ്റ്റ് ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അഡ്ജസ്റ്റ് ഉണ്ട്, വിരാട് കോഹ്ലിക്ക് അഡ്ജസ്റ്റ് ഉണ്ട്. ബട്ട് ഇതിനകത്ത് ചില യുണീക്ക് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ചില ബിൽഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവർ ഈ ലേസിനെസ്സിലൂടെയും അവർ ഈ പെയിനിൽ കൂടെയും അവർ ഈ എല്ലാ സാഡ്നെസ്സും നമ്മൾ പറയുന്ന ഈ റാറ്റ് ലൈഫിൽ കൂടെ അവർ പോയാലും അവരുടെ ഉള്ളിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്ക് അവരെ വർക്ക് ചെയ്യിപ്പിക്കും. ആ സ്പാർക്ക് അവരെ എത്ര അവർ ഡൗൺ ആയി പോയാലും, എത്ര അവർ വിഷമിച്ചാലും, എത്ര അവരെ എല്ലാവരും ഇൻസൾട്ട് ചെയ്താലും, അവരെ എല്ലാവരും ഒഴിവാക്കിയാലും, ബട്ട് ആ സ്പാർക്ക് അവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് കയറി വരാൻ പറ്റും. ഗവൺമെന്റ് ജോലി മേടിച്ച് ലോൺ എടുത്തൊരു വീടും വെച്ച് അതിന്റെ കട ഇങ്ങനെ അടച്ചടച്ച് ബാങ്കുകാരെ ഇങ്ങനെ പൈസക്കാരാക്കിക്കൊണ്ടിരിക്കും. റാറ്റ് ലൈഫ് ഉള്ളവന്മാർ അമ്മരെ ചെയ്തോട്ടെ. ബട്ട് നമുക്ക് വേണ്ട അങ്ങനല്ല. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ലൈഫ് അങ്ങനെയുള്ളതല്ല. അത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് ഡേവിഡ് ഗോഗിൻസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും അഡ്ജസ്റ്റ് ഉണ്ട്. നിങ്ങൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? നിങ്ങൾക്കിപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങൾക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, ഇതെല്ലാം ഒരു ഇമോഷനാണ്, എനിക്ക് ഇങ്ങനെയുള്ള സംഭവം വരുന്നതാണ്, അല്ലാതെ എനിക്ക് ഇങ്ങനെ ദൈവം നിങ്ങളെ ജനിപ്പിച്ചു വെച്ചല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള എല്ലാ ക്രാപ്പ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ് നിങ്ങളുടെ സൊസൈറ്റിയും ഫാമിലിയിലുള്ളവരും ഈ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഇതുപോലുള്ള കണ്ടന്റ് ആണ് നിങ്ങൾ കേട്ടിട്ട് നിൽക്കുന്നെങ്കിൽ ബ്രോ, യു വിൽ ഫെയിൽ. എനിക്കതേ പറയുള്ളൂ, നിങ്ങൾ ഫെയിൽ ആവും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ജസ്റ്റ് ഒരു ഇമോഷൻ മാത്രമാണ്. അല്ല നിങ്ങൾക്കുള്ള രോഗമോ നിങ്ങൾ കഴിവില്ലാത്തവനോ അങ്ങനെയുള്ള ഒരു സംഭവമേ അല്ല. കാലും കൈയും തലയും വാലും ഒക്കെ തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് കുഴപ്പം? നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇവ കുറെ നേരമായിട്ട് അർജസ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ് ബ്രോ? ശരിയാ, എന്താണ് അർജസ്, എന്താണ് ഇമോഷണൽ കൺട്രോൾ? ബ്രോ, ജസ്റ്റ് നിങ്ങൾ രാവിലെ വൈകിട്ട് ഇറങ്ങി പോകുന്നു, നിങ്ങൾക്ക് അപ്പം KFC എന്നുള്ള ബോർഡ് കാണുന്നു, ആ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് അപ്പം ഫുഡ് വേണം, അപ്പം KFC വേണമെന്ന് തോന്നുന്നു. അതുപോലെ പെപ്സി, കൊക്കക്കോള ഇതുപോലുള്ള ഫാസ്റ്റ് ഫുഡ് വേണമെന്ന് തോന്നുന്നു. നിങ്ങൾ വീട്ടിൽ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുതുകുതാന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ ഏതെങ്കിലും എടുത്തുള്ള കുട്ടി നിക്കറിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കാണുന്നു. അതെല്ലാം സോഫ്റ്റ് പോണാണ്. അതിൻ്റെ രീതി ഞാൻ സംസാരിക്കുന്നില്ല, ബട്ട് അതെല്ലാം സോഫ്റ്റ് പോണാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് വരുന്നു, കുടിച്ചപ്പോൾ നല്ല രസം, എല്ലാ ഇപ്പോൾ ഉള്ള ലൈഫിലുള്ള പ്രോബ്ലംസും പെയിനിന്നും എല്ലാം നിങ്ങൾ എസ്കേപ്പായി വീക്കായിട്ടിരിക്കുന്നു. എല്ലാം ഈ ഞാൻ എതിരൊന്നുമല്ല, ഞാൻ ആൽക്കഹോളിനോ അങ്ങനെയുള്ള കാര്യത്തിനോ ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള ഒരാളൊന്നുമല്ല, ബട്ട് ഞാൻ ചെയ്യുന്നില്ല. ബട്ട് എന്നാലും ഞാൻ പറയാം, എന്താണ് റിയലി അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ എൻജോയ്മെന്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മെയിൻ തിങ് അതാണോ? അല്ല. അവരുടെ ലൈഫിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ ലൈഫിലെ ഇപ്പോഴത്തെ പെയിൻ, അവരുടെ ലൈഫിലെ ഇപ്പോഴത്തെ പ്രോബ്ലം, അതിനകത്തുനിന്നും ജസ്റ്റ് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ആൽക്കഹോൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ. എനിക്കറിയാം, നിങ്ങളിപ്പോൾ ചിലർ നെറ്റ് വിളിക്കും, അല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോൾ അടിപൊളിയാണ്, രസമാണ്, ഹാങ് ഔട്ട് ആവാറുണ്ട്. ഓക്കെ, എനിക്കത് മനസ്സിലായി. ബട്ട് നിങ്ങൾ റിയലി ഒന്ന് സൊസൈറ്റിയിൽ എന്താ നടക്കുന്നതെന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? എത്ര ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യം നിങ്ങളൊന്ന് റിയലി തിങ്ക് ചെയ്ത് നോക്കൂ. നിങ്ങളൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സൊസൈറ്റിയിലോട്ട് നിങ്ങൾ നോക്കൂ. റിയലി ഫണ്ടിന് വേണ്ടിയാണോ എല്ലാവരും ആൽക്കഹോൾ കുടിക്കുന്നത്, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അല്ല. അവർക്ക് അവരുടെ അർജസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവിടെ ഇമോഷൻ ഇല്ല, അവർക്ക് ലൈഫിൽ ഒരു ഗോൾ ഇല്ല, ഒരു എയിം ഇല്ല, ഒരു റാറ്റായിട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ഒരു KFCയുടെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഓടിക്കേറ്റുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അർജസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് അത്രമാത്രം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അത്രമാത്രം ഡോപ്പമിനെ നിങ്ങൾ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് ബ്രോ നിങ്ങളുടെ ലൈഫിൽ വിൻ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു ബ്യൂട്ടിഫുൾ ബോഡി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു ലക്ഷറി ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്, ഉടുപ്പ്, വാച്ച്, ഇങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസ് തിങ്സും നിങ്ങൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്? സോ
ആസ് എ ഡിസിപ്ലിൻ മാൻ നമ്മൾ ഇസഡ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് അർജസ്? അത് ജസ്റ്റ് ഒരു ഇമോഷനാണ്. നമുക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ബട്ട് നമ്മൾ ഈ ഇൻഫോർമേഷൻ അറിഞ്ഞിരിക്കണം. എങ്ങനെ ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ബ്രോ, ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നേരെ പോയി ഇൻസ്റ്റ ക്രോൾ ചെയ്യുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ട്. ഞാൻ അവന്മാരോടാണ് പറയുന്നത്. ഓക്കെ, അല്ല നിങ്ങൾ വിചാരിക്കല്ലോ ഞാൻ 5-10 മിനിറ്റ് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് ഞാൻ പ്രാന്തന, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മനസ്സിലാക്കണം ബ്രോ. ഞാൻ നിങ്ങളോട് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഓപ്പൺലി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ബ്രെയിനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മുടെ ബ്രെയിനെ നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ ആദ്യമായിട്ട് നടക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ വീഴും, പിന്നെ എണ്ണിച്ച് പപ്പന്ന് പറഞ്ഞ് നടക്കും, അങ്ങനെയാണ് നമ്മൾ നടക്കാൻ പറ്റുന്നത്. അതുപോലെ എല്ലാ കാര്യവും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്നത്, അതിനുള്ള അവസരമുണ്ട്. സോ നമ്മൾ ഏത് ഡിസിഷനാണ് എടുക്കുന്നത്, നമ്മൾ ഈ അർജസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നതും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ചെയ്യുന്നതെന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുടെയും പുറകെ പുതിയ ഏത് സിനിമ ഇറങ്ങുന്നത് അതിൻ്റെ പുറകെ, ന്യൂസിൽ എന്താ നടക്കുന്നത് അതിൻ്റെ പുറകെ, ഇൻസ്റ്റഗ്രാമിൽ എന്താ നടക്കുന്നത് അതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുടുംബ വഴക്കും, അങ്ങനെയുള്ള എല്ലാ പൊട്ടത്തരവും കണ്ട് നിങ്ങളുടെ മൈൻഡിനെ ഫ്രൈഡ് ചെയ്ത് നിങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിൽ ബ്രോ, നിങ്ങൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ അർജസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റാറ്റ് ബ്രെയിൻ ആയിരിക്കും, ഒരു വീക്ക് ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കും. കാരണം എന്താണെന്നറിയാം, ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ അപ്പോൾ ഉള്ള സന്തോഷം, അപ്പോൾ ഉള്ള ഹാപ്പിനെസ് എനിക്ക് ഇപ്പോൾ എൻജോയ് ചെയ്യണം, എനിക്ക് പിന്നത്തേക്ക് ഒന്നും ഡിലേ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രോ, നിങ്ങളുടെ ബ്രെയിനെ തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഓക്കെ എനിക്ക് ഇപ്പൊ നിങ്ങളൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു പെയിൻ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പെട്ടു. എല്ലാവരും തിങ്ക് ചെയ്യുന്ന വേ, എല്ലാവരും ആലോചിക്കുന്ന റാറ്റ് ആയിട്ടുള്ളവർ ആലോചിക്കുന്ന വേ, എങ്ങനെ ഇതിനകത്ത് പെട്ടെന്ന് രക്ഷപ്പെടാം, പെട്ടെന്ന് എനിക്ക് റിവാർഡ് വേണം, പെട്ടെന്ന് എനിക്ക് ഡോപ്പമൈൻ വേണം. ബ്രോ, ഇങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനെ അങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ്. സോ യു വിൽ ബിക്കം വീക്ക്. ഒരു വീക്ക് മെന്നായിട്ട് നിങ്ങൾ മാറും. 100% ട്രൂ ആണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് സത്യം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എസ്കേപ്പ് കിട്ടും, നിങ്ങൾക്ക് പെട്ടെന്ന് നേരെ കയറി പോകാൻ കിട്ടും. ബട്ട് ആ റോഡ് പകുതി വരെ ഉള്ളതായിരിക്കും. ആ റോഡ് ഒരിക്കലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇടത്തില്ല. ഇത് 100% റിയൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു ബോഡി വേണമെങ്കിൽ, നിങ്ങൾക്കൊരു ഗേൾഫ്രണ്ടിനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ, ഈ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ കൂടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ റോഡ് പകുതി വരെ ഉള്ളൂ. ആ റോഡ് കഴിയുമ്പോൾ കുഴിയായിരിക്കും. അതിനകത്ത് നിങ്ങൾ ട്രാപ്പായി പോകും. സോ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അങ്ങനല്ല വേണ്ടത്. സോ യു നീഡ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ ഈ വീഡിയോ തന്നെ ആക്ഷൻ എടുത്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആക്ഷനബിൾ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അർജസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്രോ, നിങ്ങളുടെ അർജസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിളി നിങ്ങൾക്ക് നിങ്ങളുടെ അർജസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും പറയത്തില്ല ഈസിയാന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ എർജസിനെ എങ്ങനെയാണ് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. ആദ്യം നമ്മൾ അതിൻ്റെ മുമ്പ് ഒരു ഗ്രാഫ് മനസ്സിലാക്കണം. ആദ്യം നിങ്ങളുടെ എർജസ് വരുന്നു, അത് കഴിഞ്ഞ് 3 ബ്രാഞ്ച് വരുന്നു. ഇതിനകത്ത് ആദ്യത്തെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ സെക്സ്, ഫുഡ് ആൻഡ് ബാഡ് ഹാബിറ്റ്. സെക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ ഈ പോൺ, അതുപോലുള്ള ഈ സോഫ്റ്റ് പോൺ, ഇതുപോലുള്ള ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സെക്സിനകത്ത് വരും. അത് ഹ്യൂമൻലി സൈക്കോളജിക്കലി നമുക്ക് വരുന്ന ഒരു നാച്ചുറൽ എർജാണ്. ഓക്കെ. രണ്ടാമത്തെ ഫുഡ്, ഈ ഫാസ്റ്റ് ഫുഡ്, കൊക്കക്കോള, ഇതുപോലുള്ള അൺഹെൽത്തി ആയിട്ട് ഓവർ ഈറ്റിംഗ് ചെയ്യുന്നു, ഇതുപോലുള്ള എല്ലാ പ്രോബ്ലവും രണ്ടാമത്തെ കാറ്റഗറി വരുന്നു. മൂന്നാമത്തെ കാറ്റഗറി ബാഡ് ഹാബിറ്റ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതുപോലുള്ള ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ മൈൻഡിനെ ഫ്രൈ ചെയ്യുന്നു, ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഈ ബ്രാഞ്ചിനകത്ത് 3ഉം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഒരുമിപ്പിക്കുന്നത് ഡോപ്പമിനാണ്. സോ നമുക്ക് നമ്മുടെ എർജസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡോപ്പമിനെ കൺട്രോൾ ചെയ്യണം. നമുക്ക് നമ്മുടെ ഡോപ്പമിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമോഷൻ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ഇമോഷൻ എന്താണ് പറയുന്നത്, ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ഡിസിഷൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സ്വയമായിട്ട് നമ്മൾ ബ്രെയിനുമായിട്ട് ഒരു ടോക്ക് നടക്കും.
അതിനകത്ത് റെസിസ്റ്റൻസ് നിങ്ങൾ കൂട്ടി വരണം. ഓക്കെ, ഞാൻ ഇത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യത്തില്ല. ആ വേർഡ് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആ വേർഡിന് വാല്യൂ വേണം. അത് നിങ്ങൾ സെൽഫായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. നിങ്ങൾ ഇന്ന് 10 പുഷപ്പ് അടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് 10 പുഷപ്പ് അടിച്ചിരിക്കണം. നിങ്ങളുടെ വേർഡ്, നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡിന് വാല്യൂ വേണം. ആ വേർഡിന് വിലയില്ലെങ്കിൽ എങ്ങനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങൾ പറഞ്ഞൊരു വേർഡിന് നിങ്ങൾ വില കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ആ വേർഡിന് വില കൊടുക്കുന്നത്? ആര് വില കൊടുക്കും? നോബഡി ഗോയിങ് ടു കെയർ. നോബഡി ഗോയിങ് ടു കെയർ. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് വരികയാണ്, നിങ്ങൾക്ക് ഇതുപോലുള്ള അഡിഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഓടിപ്പോവുക അല്ല, ആ സിറ്റുവേഷനിൽ നിന്ന് മാറുക അല്ല, കള്ളു കുടിക്കാൻ പോകുക, അങ്ങനെയുള്ള ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ഫേസ് ഇറ്റ്. നിങ്ങൾക്ക് ആ അഡ്ജസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നുന്നു, എനിക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട്, എനിക്ക് KFC കഴിക്കാൻ തോന്നുന്നുണ്ട്, ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കൊക്കക്കോളയും KFC ഒക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനകത്ത് സിറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ നമ്മളെ ബോഡി ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ക്യുക്ക് 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 എന്നാണ് വരുന്നത്. സോ എനിക്കിപ്പോൾ ആ ഇമോഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾ ജസ്റ്റ് KFC ഇമാജിൻ ചെയ്യൂ, കൊക്കക്കോള ഇമാജിൻ ചെയ്യൂ, നിങ്ങൾക്ക് എന്ത് പോയി കഴിക്കാൻ തോന്നും, റൈറ്റ്? കഴിക്കാൻ തോന്നും. അതാണ് റിയാലിറ്റി. സോ അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഇരിക്കുക, ഫേസ് ചെയ്യുക അതിനെ. ഓക്കെ, എനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ സ്വയമായിട്ടൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, അതിനെ ഫേസ് ചെയ്യുക. ആ അർജസിനകത്ത്, ആ പ്രഷറിനകത്ത് നിങ്ങൾ കാമായിട്ട് സമാധാനത്തോടെ അതിനകത്ത് ഇരിക്കാൻ പഠിക്കുക, റൈറ്റ്? അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. എങ്ങനെ നിങ്ങൾക്ക് ആ അർജ് ഇപ്പം വന്നിട്ടുണ്ട്, അതൊരു ഇമോഷനാണ്, നിങ്ങൾക്ക് അറിയാം, അത് റാറ്റ് ലൈഫാണ് അതെനിക്ക് തരുന്നതെന്ന് അറിയാം, ആ റോഡ് പകുതി വരെ ഉള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾക്ക് അർജ് വരുന്നുണ്ട്, ആ ഇമോഷൻ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാമായിട്ട് സമാധാനത്തോടെ അതിനകത്ത് നിങ്ങൾക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും, എത്ര നേരം നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക. അതാണ് ബ്രോ അർജസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മാജിക്കൽ ട്രിക്കും ഇതിനില്ല, ഒരു പില്ലും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വേ. സോ അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇരിക്കും പറഞ്ഞത് ഭയങ്കര സന്തോഷമാണ്, നിങ്ങൾക്ക് അങ്ങനെ അടിപൊളിയായിട്ട് ബ്രോ, പെയിൻ ആണ്, ഡിസ്കംഫോർട്ടാണ്, നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ഇരുന്നിട്ടില്ല, നിങ്ങൾ ഒരിക്കൽ പോലും ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് അൺകോൺഷ്യസ് ആവും, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ. സോ ആ ഡിസ്കംഫോർട്ടിൽ നിങ്ങൾ ഇരിക്കുക, ആ പെയിനകത്ത് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ ഇത്രേ ഉള്ളൂ ഇത്. ആ ഡിസ്കംഫോർട്ടിൽ നിങ്ങൾ ഇരിക്കുക ബ്രോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ ബ്രെയിനിനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ കാര്യത്തിലാണ് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നെങ്കിൽ എന്ത് പറ്റും? നിങ്ങളുടെ ബ്രെയിൻ വീക്കായി പോകും. അതുപോലെ തന്നെ ഇതുപോലെ ഡിസ്കംഫോർട്ടിൽ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളുടെ ബോഡി നോക്കുമ്പോൾ ഇവൻ നേരത്തെയൊക്കെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇവൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ, ഇവൻ എന്താ അവിടെ തന്നെ ഇരിക്കുന്ന എന്ന ആ സംഭവം തന്നെയാണ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് എന്നുള്ള സംഭവം നിങ്ങൾ ബിൽഡ് ചെയ്യും. നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ഇത്രയും സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇരുന്നും ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം 30 സെക്കൻഡ് വേറെ തോട്ടാണ് നമ്മുടെ ബ്രെയിനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. സോ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് മെന്റാലിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എർജസിനെ കൺട്രോൾ ചെയ്യണം. ആ ഡിസ്കംഫോർട്ടിൽ കാമായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ്, ആ ഡിസ്കംഫോർട്ടിൽ കാമായിട്ട്, ഡിസ്റ്റർബ് ആയി പോയ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് നോ. ആ ഡിസ്കംഫോർട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റണം. ദാറ്റ് ഇസ് എ പവർ, ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ പവർ. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോവുക, അവന്മാരെല്ലാം അടിപൊളിയായിട്ട് നല്ല ഫാസ്റ്റ് ഫുഡും എല്ലാം കഴിക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾ കഴിക്കുന്നില്ല. നിങ്ങൾ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. ബട്ട് അത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഇതിനെക്കുറിച്ച് എപ്പോഴും നിങ്ങളുടെ തോട്ട് ഉണ്ടായിരിക്കും. ബട്ട് എനിക്ക് വേണ്ട, ഇത്രയും പേര് നിങ്ങളെ പ്രഷർ ചെയ്യുമ്പോഴും ഇത്രയും പേര് നിങ്ങളെ ഫോഴ്സ് ചെയ്യുമ്പോഴും അത് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഭവം, ഈ ഡിസ്കംഫോർട്ടിൽ ആ കാമായിട്ടിരിക്കുന്ന ആ ഒരു 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 സുപ്പീരിയറിറ്റി നിങ്ങൾക്ക് കിട്ടും. തിങ്ക് അബൌട്ട് ഇറ്റ്. അതോ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ലേവ് ആണോ ആരുടെയെങ്കിലും? നിങ്ങളുടെ അർജസിൻ്റെ ഒരു സ്ലേവ് ആണോ? നിങ്ങൾ ഇൻസ്റ്റേ ഫോളോ ചെയ്തേക്കുന്ന മിയ ഖലീഫ ഇങ്ങനെ തുള്ളി കളിക്കുമ്പോൾ അവളുടെ സോഫ്റ്റ് ബോണ്ട് ഒരു സ്ലേവ് മാത്രമാണോ നിങ്ങൾ? തിങ്ക് അബൌട്ട് ഇറ്റ്. അതോ നിങ്ങളാണോ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കണമെന്നും നിങ്ങൾ ഏത് ഇമോഷനാണ് നിങ്ങളുടെ ബോഡി കൂടെ പോകുന്നതെന്നും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. അതുകൊണ്ടാണ് ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവർ, ഈ ഡേവിഡ് ഗോവിൻസ്, ക്രിസ്ത്യാനോ, അതുപോലെ വിരാട് കോഹ്ലി, ഇവന്മാരെല്ലാം എന്താണ് ദൈവമാണോ? അല്ല. അവരുടെ അർജസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം, അവർക്ക് ഏത് സമയത്താണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ
വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ്. അതുപോലെ അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടുകൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇഫ് യു ആർ എ വിന്നർ യു കൺട്രോൾ യുവർ അർജസ്. ഇഫ് യു ആർ എ ലൂസർ the urges will control you. You will never walk alone because we are the Sadhu. This is not the end. This is the beginning. Love you, brother. Ma!